Hi, hello everyone. Welcome back to Hacker. I'm Rizwan Ramzan. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇത് നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കാണുന്നത് വെച്ചാൽ പ്ലീസ് മേക്ക് ഷുവർ യു ചെക്ക് ഔട്ട് ദ പ്ലേലിസ്റ്റ് ഓവർ ഹിയർ. ഇത് ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ആസ് വെൽ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഒരുപാട് തവണ അല്ലെങ്കിൽ എപ്പോഴും കേട്ടുനിൽക്കുന്ന ഒരു ടേമാണ് ഇൻഫ്ലുവൻസേഴ്സ്, ക്രിയേറ്റേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനം. സോ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത്, ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട, നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഫ്യൂ മോറലി എത്തിക്കലി റൈറ്റ് ഓർ റോങ് തിങ്സ് ദാറ്റ് യു ഷുഡ് നോ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഓർ എൻ ഇൻഫ്ലുവൻസർ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന സമയത്തേക്കായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. നിങ്ങളത് മനസ്സിലാക്കണം. അതായത് ഞാൻ മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ഒരു മേ ബി ഒരു ഗുരുവായിട്ടോ ഒരു ഫിഗറായിട്ടോ സംവൺ ഹൂ ദേ അഡ്മയർ അല്ലെങ്കിൽ ഹൂ ദേ ബിലീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരിക്കലും മറ്റുള്ള ആൾക്കാരുടെ ലൈഫായിട്ട് എന്ത് ചെയ്യുന്നത്, കളിക്കരുത്. നമ്പർ 2 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള, അവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വരുന്ന തരത്തിലേക്കുള്ള കണ്ടന്റ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എൻഷുർ ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ചെയ്യുന്ന ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നുള്ള ഒരു പ്രൊഫഷൻ, അപ്പോൾ പ്രൊഫഷന് യാതൊരു വിലയില്ല, യാതൊരു കാര്യമില്ല. കാരണം എന്താ, ഇറ്റ് ജസ്റ്റ് നോ യൂസ് ഫോർ എനിബഡി. സോ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ മറ്റുള്ള ലൈഫിലേക്ക് വാല്യൂ ആഡ് ചെയ്യും, പക്ഷെ ഒരിക്കലും അതെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഒരു പെർഫെക്ഷനിസം ചിന്തിച്ചിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് പെർഫെക്റ്റ് അല്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ഞാൻ ഒളിപ്പിച്ച് വെക്കില്ല, അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാതിരിക്കില്ല എന്നുള്ള കാര്യമാണ്. യു ഇമാജിൻ, നിങ്ങൾ വിചാരിക്കുകയാണ് ഈ കാര്യം മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യമാണ്. സോ ഹൗവർ ഇറ്റ് ഈസ്, just compromise on, let's say, quality or something. And like when I say quality, അത് പ്രൊഡക്ഷൻ ക്വാളിറ്റി മറ്റൊക്കെ ആയിരിക്കാം. മറ്റുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തരത്തിലേക്കായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഉപകാര തരത്തിലേക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഔട്ട് കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു ക്ലിക്ക് ദാറ്റ് പബ്ലിഷ് ഓർ പോസ്റ്റ് ബട്ടൺ. നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഒതൻറ്റിസിറ്റി വിട്ടിട്ട് ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത് എന്ത് ചെയ്യാൻ എൻഷുർ ചെയ്യാം. അതായത് നിങ്ങളൊരു കാപട്യ മുഖം, ഒരു ഫേക്ക് പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിട്ട്, അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഗോൾസിന് വേണ്ടിയിട്ടായിട്ട് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി അവിടെ ഒരിക്കലും പോർട്രേ ചെയ്യില്ല എന്നുള്ളത് എന്ത് ചെയ്യാം, എൻഷുർ ചെയ്യാം. കാരണം എന്താ, നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒരു വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫേക്ക് ഒരു ഫേക്ക് പ്രൊഫൈൽ അവിടെ പോർട്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ വിചാരിക്കും അത് നിങ്ങളാണെന്നുള്ളത്, അത് നിങ്ങളുടെ തന്നെ എൻഡിന് വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യും, അത് ഒരു ഇഷ്യൂ ആയിട്ട് മാറും. അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അത് ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, ഉള്ള മറ്റൊരാളായിട്ട് എന്നെ തന്നെ കമ്പയർ ചെയ്യില്ല എന്നുള്ളത് വേണം നിങ്ങൾ എൻഷുർ ചെയ്യണം. കാരണം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ റേസ് അല്ല. മേ ബി നമ്മൾ പറയുന്ന സമയത്ത് ലൈഫ് ഇസ് എ റേസ്, എല്ലാവരും ഒരേപോലെ എന്നൊക്കെ പറയും, പക്ഷെ ഒരിക്കലും കോണ്ടെക്സ്റ്റ് സെയിം അല്ല. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് റേസ് ആയിരിക്കാം, പക്ഷേ എല്ലാവരും ഓടുന്നത് സെയിം റേസ് അല്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ മറ്റുള്ളവരായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ഓടുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓട്ടവും ഒരു റേസുമാണ്. അതിൽ നിങ്ങളുടേതായിട്ടുള്ള പേസിൽ എന്ത് ചെയ്യുക, ഓടിക്കൊണ്ടേയിരിക്കുക. ഡു നോട്ട് കമ്പയർ. കാരണം യു കനോട്ട് ബി അതേഴ്സ് ആൻഡ് ദേ കനോട്ട് ബി യു. അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ, ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ ഭയങ്കര മോശമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ ഇനോർഗാനിക് മീൻസിലായിട്ട് അക്കൗണ്ട് ഗ്രോ ചെയ്യുന്നത് റോങ് ആണെന്ന് ചിന്തിക്കാം. ഒരിക്കലുമില്ല. അതായത് നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ടും ഇനോർഗാനിക്കായിട്ടും അക്കൗണ്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ആ രണ്ട് വേസിലും നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു മെസ്സേജിങ് അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. അതിനെ വെച്ച് നിങ്ങൾ ആഡ്സ് റൺ ചെയ്തിട്ടോ SEO ചെയ്തിട്ടോ ഹവർ യു വോണ്ട് ടു ഡു ഇറ്റ്, പെയ്ഡ് ആയിട്ടോ അൺപെയ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ, ഞാൻ റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ കൂടിയിട്ട് ഗ്രോ ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ എൻഷുർ ചെയ്യാം. ആൻഡ് ഫൈനലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ദാറ്റ് യു ആർ എൻ ഇൻഫ്ലുവൻസർ, യു ആർ എ ടീച്ചർ ആൻഡ് യു മേക്ക് എ ലിവിങ് ഔട്ട് ഓഫ് വാട്ട് യു ടീച്ച്. നിങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഏൺ ചെയ്യുന്നത്. അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ എൻഷുർ ചെയ്യുക. ഒരിക്കലും ആൾക്കാരെ പറ്റിച്ചിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്, പഠിപ്പിച്ചിട്ട് ഏൺ ചെയ്യുക. ഈവൻ ഇഫ് ആർ എൻ എൻ്റർടൈൻമെൻറ്റ് ക്രിയേറ്റർ, ഹൗവർ ഇറ്റ് ഈസ്, നിങ്ങളൊരു കോമിക് ആണെന്നുണ്ടെങ്കിലും യു ആർ ടീച്ചിങ് സംതിങ് ടു സംവൺ, മേക്ക് ഷുവർ യു സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. സോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് യു ഹാവ് ഗെയിൻ സം വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു ലൈക്ക്, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വൺ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീറോ പ്രീച്ചസ്.